ഈ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് വലുതാവുന്നത് പോലെ വലുതാവുന്ന ഒരു യൂണിവേഴ്സാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സഫ, മെഹനാസ്, ലല്ലൂബി, ഫസ്മിന, ഈ ഒരു യൂണിവേഴ്സ്. രേണുസുതിയെ വരെ ഇല്ലാതാക്കി കളഞ്ഞു. അജാതി ട്വിസ്റ്റ് ടേണ് എമ്മാതിരി സംഗതി അറിയോ. ഞാൻ ആക്ച്വലി ഈ ഒരു വിഷയത്തിൽ ഭയങ്കര ക്യൂരിയസ് ആയത് റിഫയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. ചിലപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഒരു പിക്ചർ കിട്ടും. ഓക്കെ, ഇത് തെളിയാനോ പോകുന്നില്ല റിഫയ്ക്ക് എന്ത് സംഭവിച്ചു, അത് പോലീസ് ചെയ്യേണ്ട പരിപാടി. പക്ഷെ നമുക്കൊരു ഔട്ട്ലൈൻ കിട്ടും. വാട്ട് ഹാപ്പൻ ടു റിഫ? മെഹനാസ് ആണോ കാരണക്കാരൻ, അല്ലെങ്കിൽ മെഹനാസ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണോ എന്നുള്ളതിനൊരു കൺഫർമേഷനോ ഒരു ക്ലാരിറ്റിയോ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അതിന് മാത്രമായിരുന്നു ഞാൻ ഈ യൂണിവേഴ്സ് ഫോളോ ചെയ്തത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളിൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടി. അത് മാത്രമല്ല, ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന വേറൊരു ഇത് വാല്യുബിൾ ആണോ അല്ലേന്ന് എനിക്കറിയില്ല. എഗെയിൻ ആൻഡ് എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നു. പേഴ്സണൽ ലൈഫ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അത് വിറ്റ് അരിയാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പല ആളുകളുടെ മുന്നിലും ചെന്ന്, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള വീഡിയോസ് എടുത്ത് ചെയ്യുന്നവരുടെ വീഡിയോയും കണ്ട് തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് വീണ്ടും പോയി വീണ് ലാസ്റ്റ് ഒന്നുമല്ലാതെ ലൈഫിൽ നാണോ മാനോ ഡിഗ്നിറ്റി ഇല്ലാതെ സൊസൈറ്റീൻ്റെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ കോമാളികളെ പോലെ ജീവിക്കേണ്ടി വരും മക്കളെ. ഇത് ഉപദേശമോ അഡ്വൈസായിട്ടൊന്നും എടുക്കണ്ട. ജസ്റ്റ് ഏതെങ്കിലും ഒരുത്തൻ എന്താ പറയുക റാൻഡമായിട്ട് പറഞ്ഞത് കേട്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. അങ്ങനെ ഇത് പറഞ്ഞേ പറ്റൂ ഇവരോടൊക്കെ, അല്ലാതെ എന്ത് പറയാനാണ്. എനിക്ക് ഇന്നലെ പേഴ്സണലി ഒരാൾ മെസ്സേജ് പറഞ്ഞു, ബ്രോ ഇതൊക്കെ നാടകമാണ്, ഈ മെഹനാസിൻ്റെയും ഈ സഫയുടെയൊക്കെ നാടകമാണ്, റീച്ച് കുറഞ്ഞപ്പോൾ ഇവർ നാടകത്തിന് ഇറങ്ങിയതാന്നൊക്കെ. നാടകത്തിന് ഇറങ്ങുന്ന ഒരു പോലീസ് കേസ് കൊടുക്കൂ. ഞാൻ അതാലോചിച്ച് നോക്കുന്നത്, പോലീസ് എന്താ വെറുതെ നിങ്ങൾ ഈ കുട്ടികൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്? ഇത് ലാസ്റ്റ് ഏതെങ്കിലും ഒന്ന് തൂങ്ങണ വരെ ഈ പോക്ക് ഒരു മുന്നോട്ട് പോകും. എന്നാൽ ഇവരാരും സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരാതിരിക്കും. അതില്ലേനും സോഷ്യൽ മീഡിയയിൽ വന്നാൽ പബ്ലിക്കായിട്ട് വീഡിയോ ഇട്ടാൽ അതിൽ കമൻറ്റ് ബോക്സിൽ ഒരു ഓഡിറ്റ് വരും, ബാക്കിയുള്ള റിയാക്ഷൻ ചാനൽസിൽ ഒരു ഓഡിറ്റ് വരും. എല്ലാവരും ഇതെടുത്ത് വെച്ച് ഓഡിറ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ധാരണ ഉണ്ടായിട്ട് പോലും നിങ്ങൾ റീച്ചിന് വേണ്ടി ചെയ്യുന്ന പരിപാടികളാവുമ്പോൾ നമ്മളെ അഭിപ്രായം പറയും. ഓക്കെ, അപ്പോൾ ഖാദർ കരിപ്പൊടി പബ്ലിക് കേരളയിൽ സഫയായിട്ട് 2 ഇൻ്റർവ്യൂസ് ഉണ്ട്. ഇന്നൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, ഇന്നലെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫസ്മിന സാക്കിറിൻ്റെ 2 വീഡിയോ. ഓക്കെ, ഫസ്മിന സാക്കിർ വീഡിയോ ചെയ്യുന്നത് ലല്ലൂബിയും സഫയും തമ്മിലുള്ള റിലേഷൻ എന്ത് എന്നുള്ളത് പുറത്ത് ജനങ്ങളെ അറിയിക്കാനും, സഫയെ എക്സ്പോസ് ചെയ്യാനും ലല്ലൂബിയെ എക്സ്പോസ് ചെയ്യാനും. ലല്ലൂബി ഓൾറെഡി എക്സ്പോസ്ഡ് ആണ്, സഫയെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പബ്ലിക് കേരളയിൽ ഖാദർ വീഡിയോ ചെയ്യുന്നത് ഇതിലെങ്ങനെയെങ്കിലും ഈ റിഫയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്, സഫയ്ക്ക് വലിയ ഇൻഫർമേഷൻ ഉണ്ടോ, ഈ മെഹനാസ് എന്തെങ്കിലും സഫയോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടു. അപ്പോൾ നമുക്ക് ആദ്യം പബ്ലിക് കേരളയുടെ നമ്മുടെ ഖാദർ കരിപ്പൊടിയുടെ വീഡിയോ ഒന്ന് നോക്കാം. റിഫ മരിച്ച ഒരു കൊല്ലത്തിനൊക്കെ ശേഷമാണ് ഞാൻ മാനുവിനെ ആലുവ വെച്ച് കാണുന്നത്. അവിടെ വെച്ചിട്ടാണ് ഒരു ഷോപ്പിൽ വെച്ച് പരിചയപ്പെട്ടു. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട്സായി. അപ്പോഴാണ് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് മാനു പറഞ്ഞു തരുന്നത്. അപ്പോഴൊന്നും ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കാണാനൊന്നും പോയിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മാനു സങ്കടം പറയും. എനിക്കൊരു സഹതാപം തോന്നി, വിഷമം തോന്നി. റിഫയുടെ കാര്യങ്ങളും ഇതൊക്കെ കേട്ടപ്പോൾ ഒരു ഹസ്ബൻഡിന് സഹിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് സഹതാപമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് തോന്നിയത്. ആദ്യം നോർമലി ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിന് ശേഷം മാനു എന്നെ പ്രപ്പോസ് ചെയ്യുകയായിരുന്നു. ഞാനപ്പോൾ ചോദിച്ചു അതെന്തെന്നെ കാരണം ചോദിച്ചു, എന്തുകൊണ്ട് എന്നെ പ്രപ്പോസ് ചെയ്തെന്ന് ചോദിച്ച സമയത്ത് മാനു പറഞ്ഞത്, നിന്റെ കോസ്റ്റ്യൂമും നിന്റെ നടപ്പും നിന്റെ സ്മാർട്ട്നെസ്സും എനിക്ക് റിഫാനെ പോലെ തോന്നി എന്ന് എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആദ്യം ഞാൻ അക്സെപ്റ്റ് ഒന്നും ചെയ്തില്ല, കാരണം എനിക്കറിയാം വീട്ടിൽ സമ്മതിക്കാനുള്ള ഒരു ചാൻസും ഇല്ല. പിന്നെ പതിയെ എന്തോ കെയർ ചെയ്യണ പോലെ തോന്നി. ആ സമയത്ത് എനിക്ക് കെയറിങ് ആവശ്യമായിരുന്നു. ഞാൻ വർക്ക് കഴിഞ്ഞ് രാത്രിയാ ലേറ്റ് ആയിട്ട് അല്ല ചാറ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിലൂടെ. ആദ്യം നമ്മൾ നേരിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നെ നോർമലി നമ്പർ ഷെയർ ചെയ്ത് വിളിക്കും. എന്നെ വിളിച്ചിട്ടൊക്കെയാണ് സമാധാനിപ്പിക്കാറ് ആദ്യമൊക്കെ. മീൻസ് എനിക്ക് കെയറിങ് തരും. ഞാൻ വർക്ക് കഴിഞ്ഞ് രാത്രിയൊക്കെ ലേറ്റ് ആയിട്ട് വീട്ടിലെത്തുമ്പോഴൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. വീട്ടിലെത്തിയാൽ പറയണം. ഭയങ്കര കെയറിങ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ആവശ്യമുള്ളതും അതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിലേക്കൊന്ന് ചാഞ്ഞത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു ഇപ്പോ നിങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങളുമായി നിൽക്കുന്ന നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സഹോദരിമാർ, അവർക്ക് റിഫയെ കുറിച്ച് അറിയില്ലേ? അറിയാം. അപ്പൊ അവര് ഉമ്മച്ചിക്കൊക്കെ അറിയാം, വാപ്സിക്ക് അറിയില്ല. ഉമ്മച്ചിക്കറിയായിരുന്നു. ഉമ്മച്ചിക്കറിയാം. സഹോദരിമാർക്ക് അറിയില്ലേ? സഹോദരിമാര് ഇളയവള് കാണാറുണ്ടെന്ന് തോന്നുന്നു, ഇളയ അനിയത്തി. സ്വാഭാവികമായിട്ട് അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ മെഹനാസിനെ സ്വീകരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവരൊരു എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. അവര് പറഞ്ഞ എതിർപ്പ് എന്തായിരുന്നു?
അവര് പറഞ്ഞ് മരിച്ച മീൻസ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഒരു വ്യക്തിയാണല്ലോ. അപ്പൊ ഒന്നും അറിയാതെ നീ മേനുവിനെ കെട്ടുമ്പോ അതിന്റെ എന്തെങ്കിലും നിനക്ക് അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മീൻസ് ഞാൻ വിളിക്കുമ്പോഴൊക്കെ പറയും നീ എന്നെ പേടിപ്പിക്കോള്. മീൻസ് മരിച്ച ഒരു വ്യക്തിയുടെ ഭർത്താവല്ലേ, നീ ഒന്ന് സൂക്ഷിക്കണം, മരിച്ച ഒരാളുടെ ഭർത്താവാണ്, ഒരു കുട്ടിയുള്ളതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പറയുമായിരുന്നു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ എതിർപ്പ് എന്ന് പറയാനായിട്ട് അനീത്തിമാരെ എതിർപ്പൊന്നുമില്ല. ഉമ്മച്ചിക്ക് താല്പര്യം ഉണ്ടായില്ല. അതായത് സഫയുടെ വീട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് മെഹനാസ് എന്നുള്ളത്. സഫ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല എന്നാണ് പറയുന്നത്. മേ ബി ആയിരിക്കാം. പക്ഷേ വീട്ടുകാർ ആക്റ്റീവായിരുന്നു, വീട്ടുകാർക്ക് അറിയാമായിരുന്നു. മെഹനാസും സഫയുടെ ഉപ്പയും കൂടി സംസാരിക്കുന്ന ഒരു വോയിസ് ഉണ്ട്, അത് ഇതിൽ വെച്ചിട്ടില്ല. അത് വേണമെങ്കിൽ ഞാൻ വെച്ച് തരാം. അതിൽ സഫയുടെ ഉപ്പ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മെഹനാസിൻ്റെ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ കേക്കില്ല ഉപ്പാന്ന്. അതിൽ ആ ഉപ്പ തിരിച്ചു പറയുന്നൊരു വർത്താനമുണ്ട്, അങ്ങനെ ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഓൾ എൻ്റെ ഒപ്പം പോരില്ലായിരുന്നു. ക്ലിയർ ആകാൻ വേണ്ടിട്ട് എന്റെ കയ്യിൽ എല്ലാത്തിനുള്ള ഞാൻ ഉപ്പാക്ക് ഫുള്ളായിട്ട് അയച്ചിട്ടില്ല. കാരണം എനിക്ക് ചിലപ്പോൾ ഞാൻ വിചാരിച്ച ഒരു മോളെ കാര്യം ഉപ്പ അറിയുമ്പോൾ ജസ്റ്റ് വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഉപ്പാക്ക് ഞാൻ അതൊന്നും അയച്ചു തരാത്തത്. എനിക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഭയങ്കര വിഷമമായി പോയി. അന്ന് ഞാൻ ഉപ്പാനെ വിളിച്ച് അത്രയും മനസ്സ് പൊട്ടിയിട്ട് അന്ന് ആ സമയത്ത് ഞാൻ ഉപ്പാനെ വിളിച്ച് കാല് പിടിച്ച് ഉപ്പാന്റെ അടുത്ത് ഉപ്പ എന്നെ ഒന്ന് ഹെൽപ്പ് ആക്കി ഈ കാര്യത്തിൽ. അപ്പൊ കാരണം സ്വന്തം നിങ്ങൾ പറഞ്ഞാൽ എന്റെ ഉപ്പ പറഞ്ഞിട്ടോ അല്ല എന്റെ ഉമ്മ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അത് ശരിക്കും ഉപ്പ പറഞ്ഞോടുമ്പോൾ അനുസരിക്കും. അത് ഞാനൊരു കാര്യം ചോദിക്കാം, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടാണെങ്കിൽ നിന്റെ കൂട്ടത്തിൽ വരുമല്ലോ ഓർക്കുണ്ടാവും. മനസ്സിലാകണത് ഉപ്പാനോട് കുറച്ചെങ്കിലും ഒരു ഇതുണ്ട് എനിക്ക് മനസ്സിലാകണ്ട. ഞാൻ ഉപ്പാന്റെ അടുത്ത് ആ ഒരു ഹെൽപ്പ് ചോദിച്ചത്. എന്താണെങ്കിലും ഒരാളുടെ ലൈഫ് ഒരു ചോദ്യചിഹ്നത്തിലിട്ട്, ആ ചോദ്യചിഹ്നത്തിലിട്ട് അയാൾ ഇല്ലാതായി സ്വയം, അതിൻ്റെ പേരിൽ ഒരു കേസ് നടക്കുന്ന വ്യക്തിയാണെന്നുള്ളത് സഫയ്ക്ക് വീട്ടുകാർ പറഞ്ഞു തന്നിട്ട് പോലും അത് മനസ്സിലാക്കാൻ പറ്റാത്ത സഫയുടെ സിറ്റുവേഷൻ ലൈഫിൽ എന്തായിരിക്കും. സഫയ്ക്ക് ഇതിന് മുമ്പ് ഒരു കല്യാണം കഴിഞ്ഞ് ഒരു റിലേഷൻ ഉണ്ടായി, അതിൽ നിന്ന് മാറിപ്പോന്ന സഫയാണ്. അപ്പോൾ സഫ ഓൾറെഡി ട്രോമറ്റൈസ്ഡ് ആണ്. ഒരു റിലേഷൻ പൊട്ടിയ ബ്രേക്കപ്പിന് ട്രോമയിലിരിക്കുകയാണ്. ആ സഫയ്ക്ക് മറ്റേ ട്രോമ മാറ്റാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചവും വെള്ളവുമാണ് മെഹനാസ് വെച്ച് നീട്ടിയത്. അതായിരിക്കണുണ്ടോ മേ ബി സഫ മെഹനാസിനെ ചൂസ് ചെയ്തത്. പിന്നെ ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു, ഭയങ്കര കെയറിങ് ആയിരുന്നു. പിന്നെ റിഫേ ആയിട്ടുള്ള താരതമ്യം, ആക്ച്വലി ഈ റിഫേ ആയിട്ടുള്ള താരതമ്യം ഇവരുടെ പേജിൽ തന്നെ, ഇവരുടെ കമൻറ്റ് സെക്ഷൻ്റെ അകത്ത് ഈ സഫ ഇടുന്ന ചില ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ റിഫയുടെ ഡ്രസ്സുകളായിട്ട് ഭയങ്കര സിമിലാരിറ്റി തോന്നിയിട്ട് ആളുകൾ കമൻറ്റ് ഇട്ടിട്ട് അതിനൊക്കെ ഇവർ റിയാക്ട് ചെയ്തിരുന്നു ഭയങ്കരമായിട്ട്. സഫ വേറെ റിഫ വേറെ എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി സഫ മനസ്സിലാക്കേണ്ട കാര്യം, റിഫയെപ്പോലെ എന്ന് പറഞ്ഞിട്ടാണ് സഫയെ മെഹനാസ് ലൈഫിലേക്ക് ചൂസ് ചെയ്തത്. അത് തന്നെ ഭയങ്കര വലിയൊരു സിഗ്നലായിരുന്നു സഫയ്ക്ക്. സഫയെ സഫയായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടല്ല മെഹനാസിനെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ തന്നെ മനസ്സിലാക്കാം അവൻ അത്ര സ്റ്റേബിൾ അല്ല. അവനപ്പോഴും റിഫയെപ്പോലത്തെ ചിരി, റിഫയെപ്പോലത്തെ ഡ്രസ്സിങ്, റിഫയെപ്പോലത്തെ ബിഹേവിയർ, ഡ്രസ്സിങ്. അവന് ഒരു റിഫ പോയി അടുത്ത റിഫയാണ് അവന് വേണ്ടിയിരുന്നത്. സഫ എന്ന് പറഞ്ഞൊരു ഇൻഡിവിജ്വലിനെ അല്ലായിരുന്നു. അപ്പോൾ ആ റിഫയോട് ചെയ്തത് തന്നെ അവൻ ലൈഫിൽ സഫയോടും ചെയ്യാൻ തുടങ്ങി. ആ ഹരാസ്മെൻറ്റ്സൊക്കെ സഫയ്ക്ക് കിട്ടാൻ തുടങ്ങി. ഇപ്പം സംഗതി വളരെ ക്ലിയറാണ്. പിന്നെന്താ പറയുക, ഇതിനൊക്കെ പോലീസും നിയമവും കോടതിയൊക്കെ ഉള്ളൊരു നാടാണിത്. അതിലൊക്കെ അവർ വേണം തീരുമാനം എടുക്കാൻ. എന്താണെങ്കിലും വീട്ടുകാർ പറഞ്ഞതെന്ന് കേട്ടാൽ മതിയായിരുന്നു, കുട്ടി ഈ ഒരു അവസ്ഥയ്ക്ക് എത്തില്ലായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഈ അവസ്ഥയിലെത്തി. ഇപ്പോൾ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നുണ്ട്, സ്വന്തം ചാനലിൽ വീഡിയോ ഇടുന്നുണ്ട്. ഇനിയെങ്കിലും മൂവ് ഓൺ ചെയ്യും. ഈ പറഞ്ഞ മെഹനാസ്, ലല്ലൂബി, ഫസ്മിന ഈ ലൂപ്പിൽ നിൽക്കല്ലേ, മനസ്സിലായോ? ഇനിയെങ്കിലും വീട്ടുകാരൊപ്പം പോയി നിന്ന് വീട്ടുകാർ പറയുന്നത് ഈ ഒരു ടൈമിൽ വീട്ടുകാർ ആവശ്യമാണ് സഫയ്ക്ക്. സഫയും കുട്ടിയും കൂടി ആകുമ്പോൾ വീട്ടുകാർ ആവശ്യമാണ്. അതൊരു യൂബർ ഡ്രൈവറോ ഒരു ലല്ലൂബിയോ ഇവരൊന്നും സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ പാരൻസ് റെഡി ആണെന്നുണ്ടെങ്കിൽ അവരോട് സംസാരിച്ച് പോകാൻ നോക്കുക. അല്ലാതെ ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുത്തും ഇതിൽ 10 വീഡിയോ ഇട്ടിട്ട് അതിന്ന് റീച്ചായി 10 കൊളാബ് കിട്ടുക എന്നൊക്കെ ഉള്ള തോന്നലൊക്കെ എന്താ അറിയുമോ, കിട്ടുമായിരിക്കാം, റീച്ചാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, വലിയ കണക്കിന് വ്യൂ കിട്ടും. പക്ഷെ അതൊരു നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് വിട്ടുള്ളൊരു ഐറ്റമാണ്. എന്തായാലും പറഞ്ഞ് ഇത്രയും പറഞ്ഞു. ഈ പറഞ്ഞതിനപ്പുറം പറയാനുമില്ല. ഇതിനി നിർത്താനല്ലേ സഫയ്ക്ക്. ഞാൻ കരഞ്ഞു പറഞ്ഞു, എന്നെ ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എൻ്റെ മെഹന് പറഞ്ഞത് ഞാൻ ഇതുപോലെ
എൻ്റെ എക്സ് ഹസ്ബൻഡിനെ ഞാനും ഉപദ്രവിക്കായിരുന്നു, ഞാനും അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഒരു തെളിവിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എക്സ് ഹസ്ബൻഡിനെ വിളിച്ച് റെക്കോർഡ് ചെയ്തായിരുന്നു. ഞാൻ എപ്പോഴെങ്കിലും ഇക്കാക്കാനെ ഉപദ്രവിച്ചിട്ടുണ്ടോ, ഞാൻ എൻ്റെ കൈ കൊണ്ട് എപ്പോഴും നോവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എപ്പോഴെങ്കിലും ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ, ഞാൻ അങ്ങനെ നീ എന്നെ ചെയ്തത് ഞാൻ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ എന്നിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് പുള്ളി മുന്നേ പറഞ്ഞതാണ്, ഇങ്ങനെ ഒരാളായിട്ട് കണക്ഷൻ വെച്ചപ്പോൾ നീ ഇതിലേക്ക് പോവണ്ട, നല്ലൊരു വ്യക്തിയല്ല, നീ മീഡിയയിലൊക്കെ കാണുന്നതല്ലേന്ന് എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞായിരുന്നു. അതായത് എക്സ് ഹസ്ബൻഡ്, അതായത് ആദ്യം റിഫ കല്യാണം കഴിച്ച വ്യക്തിയായിട്ട് റിഫയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒന്ന് മനസ്സിലാവുന്നത്. ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് റെഡി ടു ടേക്ക് യു, അയാൾക്ക് വേറെ ഒരു ജീവിതം തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്യാൻ നോക്കുന്നതൊക്കെ നന്നായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു പ്രശ്നം കൊണ്ട് തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കൊണ്ട് മാറിപ്പോകുന്നതാണെങ്കിൽ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. കാരണം ആ വ്യക്തി നിങ്ങളോട് മെഹനാസിൻ്റെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞുള്ളൊരു ഉപദേശം തന്നല്ലോ, മെഹനാസ് എന്താണെന്നുള്ളൊരു സിഗ്നൽ നിങ്ങൾക്ക് തന്നു. ദാറ്റ് ഷോസ് അയാൾ കുറച്ചും കൂടി നിങ്ങളുടെ കാര്യത്തിൽ കൺസേൺ ഉള്ളൊരു വ്യക്തിയാണ്. എല്ലാ ഭാഗത്തു നിന്നും സഫയ്ക്ക് എന്തുണ്ട്, ഇവൻ ആൾ ശരിയല്ല, ഇവൻ ഉടായിപ്പാന്നുള്ള സിഗ്നൽ കിട്ടിയിട്ടും പോയി ചാടിക്കൊടുത്ത് ഇല്ലേ. എന്താണെങ്കിലും കഴിച്ചിലായി മോളേന്നേ പറയാനുള്ളൂ. വേറൊരു റിഫേ ആവേണ്ടിയിരുന്നതാണ്. ഈ കേരളത്തിലായതുകൊണ്ടും ഇവിടെ സഹായിക്കാൻ എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടക്കാരോ നാട്ടുകാരോ വീട്ടുകാരോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചവർ നേരെ എടുക്കാൻ ഉപ്പിയും ഉമ്മയും അടുത്തുള്ളത് കൊണ്ട് ഈ കഴിച്ചിലായി. ലഹരി ഉപയോഗിക്കും. കള്ളു കുടിക്കാറുണ്ടോ മെഹനാസ്? കുടിക്കാറുണ്ടോ വെച്ചാൽ കുടിക്കാറുണ്ട്. എൻ്റെ അടുത്ത് ഇടയ്ക്ക് ചോദിക്കും ടെൻഷൻ വരുമ്പോൾ. അപ്പം ഇടയ്ക്ക് ഞാൻ സമ്മതിക്കും, ഓക്കെ കുഴപ്പമില്ല എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് ചോദിക്കാണ്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. ചോദിക്കാതെ എങ്ങനെ ചെയ്യുന്നതാണ് അർത്ഥം? കുറെ കുടിക്കുമോ ആള്? ഈ ടോയ്ലറ്റിലൊക്കെ ഒളിപ്പിച്ച് വെക്കും. അപ്പോൾ മീൻസ് ഒരു ഈ കുപ്പിയില്ലേ, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളൊരു ബോട്ടിലുണ്ടല്ലോ പ്ലാസ്റ്റിക്കിന്റെ, ആ ഒരു സാധനത്തിൽ ഉണ്ടാവാറുണ്ട് മിക്കപ്പോഴും ആ ഒരു കുപ്പി. ഞാനപ്പോൾ ടോയ്ലറ്റ് ക്ലീൻ ആക്കുമ്പോൾ ബക്കറ്റിൽ വെള്ളം ഒഴിച്ചു വിടുമ്പോഴാണ് ഈ ബാക്കിൽ കൂടെ മീൻസ് കുപ്പി ഒലിച്ചു പോകും. അപ്പോഴാണ് ഞാൻ സംഭവം കാണുന്നത്. പക്ഷെ ഈ ഇടയായിട്ട് ഞാനത് കണ്ടാലും ഞാൻ മിണ്ടാറില്ല. മീൻസ് അതെനിക്കിപ്പോൾ ശീലമായിപ്പോയി. ഒരുപാട് ഞാൻ അത്രയ്ക്ക് പറഞ്ഞിട്ടുണ്ടാ. ഇപ്പൊ ഞാൻ മാനുവിന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്തും അവിടെ നിന്ന് കുടിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഗർഭിണിയായപ്പോൾ കുടിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്മെല്ല് പറ്റുന്നില്ല എന്ന്. പക്ഷെ അപ്പോഴൊക്കെ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത ഒരാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇപ്പൊ അത് കണ്ടാലും ഞാൻ വിടാറാണ്, എന്തെങ്കിലും ചെയ്തോട്ടെ. കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട്. എനിക്ക് സത്യം പറയും ഈ ഒരു ഐറ്റംസ് അറിയില്ല. ഈ കൂൾ ഉപയോഗിക്കും. അത് തന്നെ ഞാൻ മാരേജ് കഴിഞ്ഞ് കുറച്ച് നാളായപ്പോഴാണ് മാൻ യൂസ് ആക്കുന്നുണ്ടെന്ന് കാണും തന്നെ. ഈ ഒരു സാധനം ഞാൻ കണ്ടിട്ടേ ഇല്ല. ഫസ്റ്റ് ഇതിനെ വേറൊരു പേരിലാണ് യൂസ് ചെയ്യാറ്. ആരെങ്കിലും വിളിക്കുമ്പോഴൊക്കെ ഇതുണ്ടോ എന്ന് ചോദിക്കണേ ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ സംഭവങ്ങൾ അറിയില്ല. കുറച്ച് പൊടി പോലെ എന്തെങ്കിലും കണ്ടാൽ തന്നെ ഞാൻ ചോദിക്കുമ്പോൾ എന്നെ ചീത്ത പറയാറ്. ഒരു വട്ടം ഞാൻ ഇതുപോലെ എന്തോ കണ്ടിട്ട് ഞാൻ കളഞ്ഞു. ഞാൻ ഒരു ആഷ് കളറ് കുറച്ച് മീൻസ് ഈ പൊടിച്ചിടണ ഒരു ഇല പോലെ അങ്ങനത്തെ എന്തോ ഒരു സാധനം ഞാൻ ഒരു പാക്കറ്റ് പോലെ കണ്ട സമയത്ത് ഞാൻ എടുത്ത് കളഞ്ഞു. ഞാൻ ടെറസിലേക്ക് എടുത്ത് കളഞ്ഞ സമയത്ത് എന്നെ ചീത്ത പറഞ്ഞു. അതെന്റെ അല്ല, അതെന്റെ ഫ്രണ്ടിന്റെ ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഇത് കണ്ടാലും ഇതൊന്നും എനിക്കറിയൂല. ഈ അടുത്തുണ്ടായ സംഭവം എന്ന് പറഞ്ഞെങ്കിൽ എന്റെ കുട്ടി എന്റെ കയ്യിലിരിക്കാലാണ് എന്റെ ഷോൾഡറിൽ ഇടിച്ച്, മീൻസ് ഇങ്ങനെ കുത്തി അടിക്കണേ. അപ്പൊ എന്റെ മോൻ അലറി. എന്നിട്ട് പോലും നിർത്തിയില്ല. ഒരു മോനോട് സ്നേഹമുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ തല്ലൂല. ഞാൻ പക്ഷെ ആരടുത്ത് പറയാൻ പോകാറില്ല. ഞാൻ എന്റെ വീട്ടില് പറയാറില്ല. ഇല്ല വീട്ടില് അവർക്ക് മുന്നേ അറിയാം തല്ലണ കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ ഇപ്പോഴും പറയാത്തത്, അവര് തമ്മിൽ നല്ലൊരു ബോണ്ടിൽ പോയി. അനിയത്തിമാരാണെങ്കിലും മാനുമായിട്ട് നല്ലൊരു ബോണ്ടിൽ പോയി. ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് അവരറിയിക്കണ്ടല്ലോ. അവർ തമ്മിലുള്ള ബോണ്ട് കളയണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ പലതും പറയാണ്ടിരിക്കണേ. അത് മാനുവിന്റെ ക്യാരക്ടർ സ്വിച്ച് ഇട്ട പോലെ മാറുന്നത്. ആ ഒരു രീതിക്ക് ദേഷ്യം വന്നിട്ട് ചെയ്തതായിരിക്കാം, അറിയില്ല. ഇപ്പൊ എന്ത് തോന്നുന്നു? റിഫയ്ക്ക് എന്ത് സംഭവിച്ചതാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത്, ഞാൻ ഇപ്പൊ എനിക്ക് 2 കൊല്ലമാകുമ്പോൾ നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് ഈ ഒരു 2 കൊല്ലത്തിൽ ഞാൻ ഇത്ര അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 3 കൊല്ലത്തിൽ അവള് നല്ലോണം അനുഭവിച്ചിട്ടുണ്ടാവും. ഇവൻ ആരുടെ അന്യൻ അമ്പി റമോയ സ്വിച്ചിട്ട പോലെ മാറാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും ലഹരിയുടെ ഉപയോഗം ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ എക്സ് ആയിട്ടില്ല, ഇപ്പോഴും കറൻ്റ്ലി ഭാര്യയായിട്ടിരിക്കുന്ന സഫ പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ ഇതിൽ കേസ് എടുക്കണം. കൊച്ചി ഡാൻസ് ഓഫിലുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി അയച്ചു കൊടുക്കും. അന്വേഷണം നടക്കട്ടെ. ഒരു ഭാര്യ തന്നെയാണല്ലോ പറയുന്നത്, ഭർത്താവ് ഇങ്ങനത്തെ ലഹരി വസ്തുക്കൾ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു, ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അന്വേഷിക്കട്ടെ.
കാരണം എന്താ പറയുക, ഈവൻ ആ റിഫയോട് ചെയ്തത് എന്ത് എന്നുള്ളത് ഏറെക്കുറെ ഇതൊന്ന് മനസ്സിലാവുമ്പോൾ ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടണമല്ലോ. ഇവൻ ഈ ലഹരിയുടെ ഉപയോഗം ഉണ്ട് എന്നുള്ളതും ഇതിൻ്റെ പരിപാടി ഉണ്ട് എന്നുള്ളതും ഒക്കെ അന്ന് ആ ടൈമിൽ തന്നെ ഒരുപാട് പേര് നമ്മളോട് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു. നമ്മൾ പബ്ലിക്കായിട്ട് അത് വീഡിയോയിൽ പറഞ്ഞ സമയത്താണെങ്കിൽ പോലും ആളുകൾ എന്തിനും അങ്ങനെ പറയുന്നത് എങ്ങനെ പറയുന്നൊക്കെ ഇവനെ സപ്പോർട്ട് ചെയ്ത് ചോദിച്ചു വന്നവരുണ്ട്. അതാ കേക്ക് അടുത്ത രണ്ടാമത്തെ ഭാര്യ വന്നിരുന്ന് പറയുന്നു ലഹരി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ലഹരി എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല, ബട്ട് സ്റ്റിൽ അവർ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ലഹരി വസ്തുക്കൾ തന്നെയാണ്. എല്ലാം ലഹരിയാണ്, മദ്യവും ലഹരിയാണ്, കൂടും ലഹരിയും ഒക്കെ ലഹരിയാണ്. എന്തോന്നറിയത് കുറേ ആൾക്കാർ ഇങ്ങനെ. അപ്പോൾ എന്താണെങ്കിലും റിഫയുടെ കാര്യത്തിൽ ഏറെക്കുറെ എനിക്കൊരു ക്ലാരിറ്റി കിട്ടി എന്താണ് സംഭവിച്ചിരിക്കുക എന്നുള്ളത്. ഇനിയിപ്പോൾ നിയമപരമായിട്ട് ഇതൊക്കെ പ്രൂവ് ആവുമോ എന്നുള്ളതൊന്നും അതൊക്കെ കണ്ടറിയണം കോശി. ഇനി ഈ സഫയും ലല്ലൂബിയും തമ്മിൽ എന്ത് കണക്ഷൻ എന്നുള്ളൊരു ഡൗട്ട് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ദാറ്റ്സ് ആൻ ഇറലവൻറ്റ് തിങ്, ബട്ട് സ്റ്റിൽ അതിലൊരു റെലവൻസി വരുന്നത് എന്താ വെച്ചെങ്കിൽ ഓൾറെഡി കല്യാണം കഴിച്ച് ഒരു ജീവിതം മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഈ ലല്ലൂബി. ഈ ചങ്ങായിയുടെ ഭാര്യയായിട്ടിരിക്കുന്ന ആളാണ് ഫസ്മിന. ഇവിടെ ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സീനല്ലേ. ഒരു മാന്യമായി എന്തെങ്കിലും വിഷയം ഡിവോഴ്സ് ചെയ്ത് പോയാൽ പോരെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കേട്ടോ. അതാണ് വളരെ ഏറ്റവും റെലവൻറ്റ് പോയത് അതാ. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ, സീനുണ്ടോ, പൊയ്ക്കോ. അതായത് ഈ അൺഹെൽത്തി ആയിട്ട് ഇത് എന്തിനു മുന്നോട്ട് പോകുന്നോ ഒരു ലൈഫ്, അതും ചീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ചീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത് ഭയങ്കര എന്താ പറയുക ടോക്സിക് ആയിട്ടാണ് ചീറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഒരാൾ വിട്ടു പോകുമ്പോൾ മറ്റയാളെ തകർത്തിട്ടാണ് പോകുന്നത്, ഇല്ലാതാക്കിയിട്ടാണ് പോകുന്നത്. അതൊരു നല്ല എന്താ പറയുക നല്ല പബ്ലിക്കിനെ കാണിക്കാൻ പറ്റിയൊരു കാര്യമൊന്നുമല്ല. മനസ്സിലായോ? ഒരു നല്ല എക്സാമ്പിൾ അല്ല അത്. അതും ഇവരൊക്കെ പബ്ലിക് ഫിഗേഴ്സ് ആയിട്ട് ഇരിക്കുന്ന ആളുകളാണ്. പബ്ലിക്കിൽ വന്നിരുന്ന് ഇതൊക്കെ എന്നിട്ട് പേഴ്സണൽ ലൈഫ് പറയുമ്പോൾ ബാക്കിയുള്ളവരിൽ നിന്ന് എന്താ വാട്ട് അതേഴ്സ് വിൽ ഗെറ്റ് ഇൻസ്പയർഡ്. ഇങ്ങനെ കുറേ സാധനമായിട്ടാണ് ഞാൻ റീച്ച് ഉണ്ടാക്കാമെന്നു അല്ലെങ്കിൽ ഇത് നമ്മളെ വ്യൂവർഷിപ്പിനെയാണ് ഇതിൽ വേറൊരു കാര്യം പറയേണ്ടത്. ഇതൊക്കെ മറന്നിട്ട് നാളെ ഈ ലല്ലൂബി വന്നിട്ട് 10 റീലിട്ട് കഴിഞ്ഞാൽ ഓനെ പോയി സപ്പോർട്ട് ചെയ്യും, മെഹനാസ് വന്ന് റീലിട്ടാൽ ഓനെയും പോയി സപ്പോർട്ട് ചെയ്യും. ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുന്നൊരു വ്യൂവർഷിപ്പ് ഉണ്ടല്ലോ അവിടെ. സഫേൻ്റെ അക്കൗണ്ടിൽ ഒരു 2 കുട്ടികൾ ഇത് നിങ്ങളൊന്ന് ആലോചിച്ചു, ഇതിൽ ഇവന്മാരൊക്കെ എമ്മാതി ക്രിമിനൽ മൈൻഡാന്നുള്ളത്. ഈ മെഹനാസ് ഈ 5ലും 6ലും പഠിക്കുന്ന 2 കുട്ടികളെ ഏൽപ്പിച്ചിരിക്കുക. ലല്ലൂബിയും സഫയും സ്വന്തം ഭാര്യൻ്റെ കാമുകനെന്ന് ഇവൻ സംശയിക്കുന്ന ഒരാളെയും ഫോട്ടോ വീഡിയോ എടുത്തിട്ട് ഇവൻ അയച്ചു കൊടുക്കാൻ വേണ്ടി 5ലും 6ലും പഠിക്കുന്ന കുട്ടികളെ ആദ്യം അതിന് കേസെടുക്കണം, കുട്ടികളെ കൊണ്ട് ആ പണി ഏൽപ്പിച്ചതിന്. എന്നിട്ട് ഈ സഫട്ട വീഡിയോ നോക്ക്. ഈ വീഡിയോനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം, ഞാൻ മുകളിൽ ഒറ്റക്ക് ബാഗ് എടുത്ത് പോകുന്നു, അടിയിൽ ലല്ലു ഏതോ ഒരു കടയുടെ എന്തിന്റെ ഒരു ഗ്രില്ലിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒറ്റക്ക് നിൽക്കുന്ന ഒരു വീഡിയോ. രണ്ടും ഒരു കൊളാശ് പോലെയാണ് ഇട്ടിട്ടുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴേ എനിക്ക് നല്ല ഡൗട്ട് തോന്നി. കാരണം മാനുവിന്റെ കുറച്ച് സ്പൈ പിള്ളേർ ഈ പരിസരത്ത് ചുറ്റി നടക്കുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് തൊട്ടേ ആ പിള്ളേർ നല്ല ഡൗട്ട് ഉണ്ട്. ആ പിള്ളേരെ എന്തെങ്കിലും മിണ്ടാനും വരാറുണ്ട്, എന്റെ അടുത്ത് അന്വേഷിക്കാനും വരാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ നല്ല സംശയമുണ്ട്. ഒരു ചെറിയ പയ്യൻ ഇപ്പൊ 5-5 ക്ലാസ്സിലോ അങ്ങനെ എന്തോ പഠിക്കുന്ന ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് ഉള്ളത്. അപ്പൊ എനിക്ക് ആ പരിസരം കണ്ടപ്പോഴും ആ പിള്ളേര് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അന്ന് ആ സംഭവം ആ ബാഗ് ഞാൻ എടുക്കുന്ന സിറ്റുവേഷൻ എന്താന്ന് വെച്ചെങ്കിൽ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഡോറിന്റെ ലോക്ക് പൊട്ടിയിട്ടാണുള്ളത്. ഇങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ട് അതിന്റെ ലോക്ക്. ഞാൻ ജസ്റ്റ് വേണ്ടി ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കാം. അപ്പൊ ഞാൻ ഡോർ തുറക്കുമ്പോൾ ഡോർ നല്ല ടൈറ്റ് ആയിട്ടുണ്ടായി. അപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, അതിനുള്ള ആരെങ്കിലും ഉണ്ടാവും. എനിക്ക് കയറാനൊരു ധൈര്യമില്ല, അത്രയ്ക്ക് ഞാൻ ലൈഫിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിൽ നിന്ന് സാറുമാരായിട്ട് വന്ന് അവര് നല്ല ടൈറ്റിൽ അവർ ഉന്തിയിട്ട് പോലും ഡോർ തുറക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെയാണ് സംഭവം മനസ്സിലായത്. മാര് കുറ്റി ചവിട്ടി പൊട്ടിച്ചപ്പോ ആരും ഉണ്ടായിരുന്നില്ല, പക്ഷെ ലോക്ക് തല്ലി പൊട്ടിക്കാവുന്ന ഒരു ടൈറ്റില് അടി നല്ല ടൈറ്റ് ആയിട്ടുണ്ടായി. അപ്പൊ ആ സാറുമാര് വന്ന് നോക്കി. അപ്പൊ ഇവിടെ നോക്കുമ്പോ ഫുള്ള് വലിച്ചു വാരിയിട്ടാണ് ഉണ്ടായത്. ഫുള്ള് അലങ്കോലം, ഫുള്ള് ഷോക്കായിട്ടുള്ള. ഞാൻ ഒരു വീഡിയോ മുന്നിട്ടപ്പോ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത്രയ്ക്ക് പോറായിട്ടാണ് എന്റെ വീട് ഫ്ലാറ്റ് മാനും ഇട്ട് വെച്ചത്. അതിന് കുറെ കാരണങ്ങളുണ്ട്. ഞാൻ എന്തായാലും വേറെ വീഡിയോ ആയിട്ട് വരാം. ഇപ്പൊ ഇത് എനിക്ക് ബോധിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇതായിട്ട് വന്നതാണ്. അങ്ങനെ അന്ന് പോലീസുകാർ വന്ന് താഴത്ത് പോയിട്ട് കുറച്ച് അയൽക്കാരും കൂട്ടങ്ങളും വന്ന് അവിടെ നിന്ന് സംസാരിച്ച സമയത്ത് മാനുവലി സ്പൈ പിള്ളേർ അവിടെ ഉണ്ട്. അവരിങ്ങനെ നമ്മളെ നോക്കുന്നുണ്ട്. എന്നിട്ട് പിള്ളേരടുത്ത് അടക്കം ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചപ്പോ നാട്ടുകാർ പറഞ്ഞു ഇന്ന ആളാണ് ഇവിടെ താമസിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും പേടി നമ്മളൊന്ന് വിളിച്ചാൽ മതി, കോണ്ടാക്ട് നമ്പർ തരാന്നൊക്കെ പറഞ്ഞ അയൽവാസികൾ പറഞ്ഞു.
പോലീസുകാരൻ പറഞ്ഞു കുട്ടിയായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന റിസ്ക് ആണ്, പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് പോലീസുകാർ പോയി. അപ്പൊ എന്റെ കൂടെ എന്റെ ഊബർ ഡ്രൈവറും ഉണ്ട്. അപ്പൊ പുള്ളി കുട്ടീനെ വിളിച്ച് ഞാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ബാഗ് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വണ്ടിയിലേക്ക് വരുന്ന ഒരു വീഡിയോ ആണ്. അതിന് മുകളിലുള്ളൊരു വീഡിയോ. ഈ ലല്ലൂബിയും ഈ പറഞ്ഞ സഫയും തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി മെഹനാസ് 5ലും 6ലും പഠിക്കുന്ന കുട്ടികളെ വെച്ച് സ്പൈ പണി എടുപ്പിച്ച വീഡിയോ ഒക്കെ കാണിച്ചിട്ടാണ് സഫ വീഡിയോ ചെയ്തിട്ടുള്ളത്. എടാ ഇതിനകത്ത് ഒരു കാര്യം ക്ലിയറാ, ആ ഫോണിനകത്ത് എടുത്ത വീഡിയോ രണ്ടും ഒരു ഫോണിനകത്ത് എടുത്ത വീഡിയോ, കാരണം കളർ ടോണ് സെയിം ആണ്. ഓക്കെ, മുകളിലും താഴെയും സ്പ്ലിറ്റ് സ്ക്രീനായിട്ട് കാണിച്ചു എന്നുള്ളൂ ആ സാധനം. ബട്ട് അത് ഒരേ ഫോണിൽ ഒരേ വ്യക്തികൾ സ്പൈ, ആ കുട്ടികൾ മുഴുവൻ സ്പൈകളാട്ടോ 5ലും 6ലും പഠിക്കുന്നത്, വേറെ ലെവൽ സ്പൈകൾ. ഇവ എന്ത് കൊടുത്താവോ കുട്ടികൾക്ക്? എന്താണെങ്കിലും ആ കുട്ടികളുടെ പാരൻസിനോടാണ് പറയുന്നത്, മക്കളെ സ്പൈ പണിക്ക് വിട്ട മെഹനാസ് നിങ്ങൾ വെറുതെ വിടാൻ പാടില്ല. കൊച്ചു കുട്ടികളെ ഇവൻ എന്ത് പ്രലോഭനം കൊടുത്താണ് ഈ പണി ചെയ്യിപ്പിച്ചതെന്ന് അറിയാൻ പാടില്ലല്ലോ. കാരണം നാളെ ഇതിലൊക്കെ എന്തെങ്കിലും വിഷയം വന്ന് ഇതിൽ ഏതെങ്കിലും ഒന്ന് പോയി തൂങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെ മക്കളെ അടക്കം നാളെ പോലീസ് ചോദിച്ചു വരും. അതൊക്കെ ആ പാരൻസൊക്കെ കണ്ടറിഞ്ഞ് ഇപ്പം ഈ വിഷയം നടക്കുമ്പോൾ മക്കളോട് ചോദിക്കുക. ഇതൊക്കെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവില്ല ആ ഭാഗത്തുള്ളവർ. എന്താണെങ്കിലും സ്വന്തം മക്കളാണെന്നുണ്ടെങ്കിൽ ആ മക്കളോട് ചോദിച്ചിട്ട് പറയും ഇനി ഇങ്ങനത്തെ പണി കാണിക്കരുത്, ഇതേപോലുള്ള ആൾക്കാർ പറയുമ്പോൾ ഇതൊന്നും ചെയ്യരുതെന്ന് പറയണം ദയവ് ചെയ്തിട്ട്. അല്ലെങ്കിൽ നാളെ ഇതിന് ഉത്തരം പറയാൻ പാരൻസ് അടക്കം കുട്ടികളെ കൊണ്ട് നടക്കേണ്ടി വരും. എന്താണെങ്കിലും ഈ വീഡിയോ എന്ന് വളരെ ക്ലിയറാണ്. ഇതെടുത്തത് 2 വീഡിയോ എടുത്തത് ഒരാളാണ്. ഇത് 2 വീഡിയോ 2 ദിവസം എടുത്തതാവാൻ സാധ്യതയില്ല. രണ്ടിലും ഒരേ കളർ ടോണാണ്, ഏറെക്കുറെ ഒരേ കളർ ടോണാണ്. സോ ഇതൊരു ഒരേ ടൈം നടക്കാനുള്ള ഒരു ഇൻസിഡൻ്റ് ആയിട്ട് തോന്നുന്നു. ബട്ട് ഇതിൽ 2 വ്യക്തികൾ രണ്ട് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൽ കിട്ടിയിരുന്നു. ഇത് 2 പേരും 2 ഡിസ്റ്റൻസിലാണ്. ലല്ലൂബി നിൽക്കുന്ന ഒരു ഡിസ്റ്റൻസിലും അല്ലെങ്കിൽ ഒരു സ്ഥലത്തും, സഫ നിൽക്കുന്നത് വേറെ സ്ഥലത്തുമാണ്. പക്ഷേ സിമിലർ കൈൻഡ് ഓഫ് ലൈറ്റിംഗ്, സിമിലർ ഫോൺ, സിമിലർ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരേ സ്ഥലത്ത് തന്നെയാണ്, പക്ഷേ ഒരു ദൂരത്താണ്. ഇത് ഈ ലൈവ് വീഡിയോ കാണുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ പെട്ടെന്നൊന്ന് നോക്കിയാൽ മനസ്സിലാവില്ല, ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഇത് ആര് ക്രാക്ക് ചെയ്തിട്ടുണ്ട്? ഫസ്മിനേൻ്റെ വീഡിയോയിൽ ഇത് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇവളുടെയും ലല്ലുവിൻ്റെയും പിറകിൽ കൂടെ നടക്കുന്ന കുൽസിത പ്രവർത്തികൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ആ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടോ? ഇതെൻ്റെ ഫ്രണ്ട് എടുത്തു തന്ന വീഡിയോ ആണ്. ഈ സ്ഥലം ഞാൻ ആലുവയിൽ പോയി ഞാൻ പൊക്കി. ഇതാണ് ആ ഗ്രില്ല്, നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഗ്രില്ലുള്ള സ്ഥലമാണ് കാണുന്നത്. ഇവിടെയാണ് ലല്ലു നിന്നത്. ലല്ലു ഇവിടെ നിന്നിട്ട് ഇനി ലബോറട്ടറിയിലോട്ടുള്ള ദൂരം നമുക്ക് കാണാം, ഇവളുടെ വീടിൻ്റെ അങ്ങോട്ടുള്ള ദൂരം കാണാം. ഇവനെ ഇവിടെ ഒളിച്ചു നിർത്തിയിട്ട് നീ ലബോറട്ടറിയിൽ നിന്റെ ഡ്രൈവറായിട്ട് ചെന്നിറങ്ങി. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ വണ്ടിയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതാ ഈ കാണുന്നതാണ് ഇവള് നിന്ന സ്ഥലം. അപ്പോൾ എന്തിനു നീ മോളെ ലല്ലുവിനെ അവിടെ നിർത്തി, എന്തിനു അവനെ അവിടെ നിർത്തിയിട്ട് നിങ്ങളുടെ ലബോറട്ടറിയിലോട്ട് നീയും നിന്റെ ഡ്രൈവറും മാത്രം ഒറ്റയ്ക്ക് വന്ന് എന്തിനു അവനെ അവിടെ ഒളിപ്പിച്ച് നിർത്തി? നിനക്ക് ആ സ്ഥലം അറിയില്ലെന്നല്ല നീ പറയുന്നത്. കൊളാഷ് ഇട്ട് നിങ്ങൾ അങ്ങോട്ട്, നിങ്ങൾക്ക് ഒരു ബന്ധമില്ല. കോഴിക്കോട് കൊയിലാണ്ടി പോലെ വേറെ ഏതോ സെറ്റപ്പിൽ നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. സംഗതി പൊക്കി, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ലല്ലൂബിയെ അറിയില്ല, കണ്ടിട്ടില്ല. യൂബർ ഡ്രൈവർക്ക് വേണ്ടിയിട്ട് വാട്സാപ്പ് യൂബർ ഗ്രൂപ്പിൽ ഒരു എന്താ പറയുക റിക്വയർമെൻ്റ് ഇട്ട സമയത്ത് അവിടുന്ന് വന്ന ചെക്കനാണ് ഈ നാജി. ആ നാജി പക്ഷേ ലല്ലൂബിയുടെ ഫ്രണ്ടായിരുന്നു. സഫ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. സഫയ്ക്ക് വേണമെങ്കിൽ പറയാം ലല്ലൂബി ഇപ്പം ഇനി ഈ സാഹചര്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആരെങ്കിലും എന്തെങ്കിലും പറയൂ? ഇല്ല. പക്ഷേ സഫ ഖാദറിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞ പോലെയാണ് ലല്ലൂബിനൊപ്പം കൂട്ടിയത്. അതായത് ഫസ്മിനൊക്കെ ഇട്ട് കൊട്ടാൻ വേണ്ടിയിട്ട്. ശരിക്കും ഫസ്മിന എങ്ങനെയാണ് ഇതിനകത്ത് വന്നേ? ഈ മെഹനാസ് അല്ലേ ഫസ്മിനെ കൊണ്ടുവന്നേ? സഫയുടെ ഭർത്താവായ മെഹനാസാണ് ഫസ്മിനെ ഇതുക്കി പിടിച്ചിട്ടുണ്ട്. എന്തിന്? നിൻ്റെ ലല്ലൂബിയുടെ ഒപ്പം പോയെന്ന്. അപ്പോൾ ഈ ലല്ലൂബി അവിടെ ഉണ്ട് എന്നുള്ള ഫാക്ടർ മെഹനാസിന് അറിയുന്നത് കൊണ്ടും മെഹനാസ് അവിടെ വന്നിട്ട് ഫ്ലാറ്റ് ഫുള്ള് ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സഫയ്ക്ക് അറിയാവുന്നത് കൊണ്ടും മെഹനാസിന് അവിടെ സ്പൈ പിള്ളേരുണ്ട് എന്നുള്ളത് അറിയാവുന്നത് കൊണ്ടും ലല്ലൂബി ഇപ്പുറത്ത് ഇറക്കി വിട്ടു. അതെന്തിനായി ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നേ? ലല്ലുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധവുമില്ല, നിങ്ങൾ വളരെ ക്ലീനാണ്, നിങ്ങൾ വളരെ ഓക്കെയാണ്. ലല്ലു നിങ്ങളും തമ്മിൽ ഈ വല്ലപ്പോഴും കാണുന്ന കേസിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ആ ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ അവിടെ ഇവിടെ ഇറക്കി വിട്ടിട്ട് ലല്ലൂബിനെ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ യൂബർ ഡ്രൈവറുടെ ഫ്രണ്ട് മാത്രമാണ് ലല്ലൂബി. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് ആ ആസ്പെക്റ്റിൽ മാത്രം നിങ്ങൾക്ക് ചെയ്താൽ മതി. പക്ഷെ നിങ്ങളിത് റിപ്പീറ്റഡ്ലി ഖാദറിനോട് പറഞ്ഞതൊന്ന്, വേറെ ഇൻ്റർവ്യൂ ചെന്ന് പറഞ്ഞത് വേറെ ഒന്ന്, മാറ്റി അതിന് കുറേ വേരിയേഷൻസ് വരുന്നുണ്ട്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. സഫയും ലല്ലൂബിയും തമ്മിൽ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ എന്താ പറയുക ക്ലാരിറ്റി ഇല്ലാത്തൊരു കാര്യമാണ്.
എല്ലാത്തിലും അങ്ങോട്ട് നിരക്കുകയാണ്. ഊബർ ഡ്രൈവർ ഉണ്ട്, എവിടെ പോയാലും ഊണിലും ഉറക്കത്തിലും കക്കൂസി പോയാലും അതാ ഊബർ ഡ്രൈവർ പുറത്തുണ്ട്. എല്ലാ ചെക്കൻ്റെ തലയിൽ. ചെക്കൻ ആരാന്ന് ഞാൻ പറയാം, ചെക്കനെ എനിക്കറിയാം. തൊടുപുഴ വന്നിട്ടുണ്ട്. ലല്ലു എൻ്റെ അടുത്ത് ഡിസംബർ മാസത്തിൽ സംസാരിക്കാൻ വരുമ്പോഴും ഈ ചെക്കൻ കൂടെയുണ്ട്. ഇത് ലല്ലുവിൻ്റെ അത്രയും ക്ലോസ് ആയിട്ട് മലപ്പുറത്തുള്ള ഫ്രണ്ടാണ്. ഓക്കെ, അപ്പം ഈ ചെക്കനാണ് ഊബർ ഡ്രൈവർ എന്ന് വിശ്വസിക്കാൻ വളരെയധികം പാടാണ്. കാരണം നിനക്ക് ലല്ലുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ചെക്കൻ വന്ന് വീണതാണ്. ഓക്കെ, അതുകൊണ്ട് നീ ഊബർ ഡ്രൈവർ ആക്കണ്ട. ജസ്റ്റ് ബിക്കോസ് ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് അയാൾ നിന്റെ ഊബർ ഡ്രൈവർ ആവത്തില്ല. കാരണം ഊബർ ഡ്രൈവർ ആണെങ്കിൽ ഈ വണ്ടിയായിട്ട് ലല്ലു എറണാകുളം മൊത്തം കറങ്ങുന്നുണ്ട്. ഇഷ്ടംപോലെ കമന്റ്സ് വരുന്നുണ്ട്. ഈ വാഗണർ അവിടെ കണ്ട്, ഇവിടെ കണ്ട്, MG റോഡിൽ കണ്ടതിന്റെ തെളിവ് ഞാൻ കാണിച്ചു തരാലോ. സഫയുടെ പുതിയ അക്കൗണ്ടിൽ സഫ ഫോളോ ചെയ്യുന്ന വ്യക്തികളിൽ 8 പേരെന്തോ ഉണ്ട്. ആ 8 പേരിൽ ലല്ലുവിൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്, ലല്ലുവിൻ്റെ പ്രൈവറ്റ് അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇത്രയും ബന്ധമില്ലാണ്ട് എന്തിനാ മോളെ നീ ലല്ലുവിനെ ഫോളോ ചെയ്ത് വെച്ചേക്കുന്നത്? ഇനി പോട്ടെ, അത് തൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്. ഓക്കെ, ലല്ലുവിനെ ഇപ്പോൾ പരിചയപ്പെട്ടു, ഇപ്പോൾ ഫോളോ ചെയ്യാം. അത്രയും ക്ലോസ് ആയിട്ടുള്ള വ്യക്തികളല്ലേ നമ്മൾ ഫോളോ ചെയ്ത് വെക്കത്തുള്ളൂ. അതവിടെ നിൽക്കട്ടെ. അപ്പം നീ എന്തുകൊണ്ട് നാജീനെ ഫോളോ ചെയ്തില്ല? എനിക്കതാണ് ചോദിക്കാനുള്ളത്. നിന്റെ ഇത്രയും ക്ലോസ് ആയ നിന്റെ കൊച്ചിൻ്റെ ഡയപ്പർ മാറ്റുന്നത്, നിന്റെ കൊച്ചിനെ അങ്ങോട്ട് സ്റ്റെപ്പ് ഇറക്കുന്ന ഗേറ്റിന്ന് നിന്റെ തിരൂര് കൊണ്ടുപോകുന്നത് നിന്റെ പേഴ്സണൽ ഡ്രൈവർ, നിങ്ങളെ ബ്യൂട്ടീഷ്യന് കൊണ്ടുപോകുന്നു. ഇതിനൊക്കെയുള്ള നിന്റെ ഡ്രൈവറിനെ നീ എന്തുകൊണ്ട് ഫോളോ ചെയ്യുന്നില്ല? കാരണം ഡ്രൈവറിനെ അതാ ലല്ലു ഇബി എന്ന് പറയുന്ന വ്യക്തി സഫേനെ മാത്രമല്ല നാജീനെ ഫോളോ ചെയ്യുന്നുണ്ട്. നീ എന്തുകൊണ്ട് നാജീനെ ഫോളോ ചെയ്യുന്നില്ല? കാരണം നിനക്ക് നാജി വഴിയല്ലേ ലല്ലുവിനെ അറിയുള്ളൂ. അപ്പം നീ ആദ്യം നാജീനല്ലേ ഫോളോ ചെയ്യേണ്ടത്. നീ എന്തുകൊണ്ട് ലല്ലുവിനെ മാത്രം ഫോളോ ചെയ്യുന്നു ഇൻസ്റ്റയിൽ? ലല്ലുവിൻ്റെ പ്രൈവറ്റ് അക്കൗണ്ട് ഫോളോ ചെയ്തു ഇൻസ്റ്റയിൽ. ഇടയ്ക്ക് നിങ്ങൾ അൺഫോളോ ചെയ്ത് കളിക്കുന്നു. എന്താണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം തുടങ്ങിയോ? ലല്ലു മെസ്സേജ് അയക്കാൻ തുടങ്ങി. അതാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഇവള് പറയുന്ന നാജിയുടെ ബാഗിൽ ലല്ലുവിൻ്റെ സാധനങ്ങൾ വന്നെന്നാണ്. പടച്ച റബ്ബാണ്, റമളാൻ മാസമാണ്, എൻ്റെ ഉമ്മ ആണ്, എൻ്റെ ഉപ്പാണ് സത്യം. ആ നാജിയുടെ ബാഗ് എന്ന് പറയുന്ന ബാഗ് ലല്ലുവിൻ്റെ ബാഗാണ്. ഞാൻ ഇത്രയും നാൾ ഞാൻ കൊണ്ടു നടക്കുമ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ബാഗാണ്. എൻ്റെ കൂടെ ഉള്ളപ്പോൾ പർച്ചേസ് ചെയ്ത ബാഗാണ്. ആ ബാഗിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. ഈ ബാഗാണ് അത്. ഓക്കെ, ഈ ബാഗ് ഇത്രയും നാളായിട്ട് നാജിയുടെ ബാഗൊന്നുമല്ല. ഈ ബാഗ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓരോ വട്ടം പോകുമ്പോഴും സാധനം വാങ്ങാൻ പോകുമ്പോഴും നാട്ടിലോട്ട് മലപ്പുറത്തോട്ട് എൻ്റെ വീട്ടിൽ നിന്ന് പോയപ്പോഴും ഒക്കെ ഈ ബാഗിലാണ് ഞാൻ ഡ്രസ്സ് പാക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് നാജിയുടെ ബാഗല്ല മോൾ ഇങ്ങനെ ഇരുന്ന് പച്ചക്കള്ളം വിളിച്ച് കൂവരുത്. ഈ ബാഗിൽ നാജിയുടെ സാധനങ്ങളുമില്ല, ഒരു തേങ്ങയില്ല. ഇതിൽ ഷിബ്ലിയുടെ ലൈസൻസും ആധാറും എല്ലാം വരണമെങ്കിൽ ഇത് ഷിബിലിയുടെ ബാഗ് തന്നെയാണ്. കാരണം ഷിബിലിയുടെ അണ്ടർവെയർ ഉൾപ്പെടെ നീ അവിടെ നിന്റെ വീട്ടിൽ കഴുകി ഉണക്കി വിരിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാലോ. ഇതെങ്ങനെ ലല്ലുവിൻ്റെ സാധനങ്ങൾ അവിടെ ടെറസിൽ വന്ന് ഊബർ ഡ്രൈവറിൻ്റെ കൂട്ടുകാരൻ നിനക്ക് അത്ര ഇതുള്ളെങ്കിൽ നീ എന്തിനാ അവൻ്റെ ഡ്രസ്സ് അലക്കി കൊടുത്തു? ഇത് നീ പറയോ ഊബർ ഡ്രൈവർ വാഷ് ചെയ്ത് കൊടുത്താണ് കൂട്ടുകാരനോടുള്ള സ്നേഹം കൊണ്ട്? അല്ലെങ്കിൽ എനിക്കറിയത്തില്ല, അത് തന്നെ അവിടെ വിരിഞ്ഞു വന്നതാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവിടെ ഫസ്മിന അഗെയിൻ ക്രാക്ട്. കൊള്ളാം. കാരണം എന്താ പറയുക, ഫസ്മിനയ്ക്ക് ഇതിൽ ഇൻട്രസ്റ്റ് കൂടും. കാരണം ലല്ലു ഫസ്മിനയ്ക്കെതിരെ കേസ് കൊടുത്തതാണ് ഓൾറെഡി. ഐ തിങ്ക് ദെയർ ഡിവോഴ്സ് കേസ് ഈസ് ഗോയിങ് ഓൺ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവിടെ ലല്ലൂബിയുടെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എസ്റ്റാബ്ലിഷ് ആകുമ്പോൾ ദാറ്റ് ഓബിയസ്ലി അവർക്ക് ഫസ്മിനയ്ക്കെതിരെ ബെനിഫിറ്റ് ചെയ്യും കോർട്ടിൽ. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്രയും ചീറ്റ് ചെയ്തൊരു ഈ ലല്ലൂബീനെ റെഡ് ഹാൻഡിൽ എക്സ്പോസ് ചെയ്ത ഫസിക്ക് ശരിക്കും ഇതൊരു കിക്കാണ്. അതായത് ഇവനെ വീണ്ടും എക്സ്പോസ് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഫസീനോട് പറയുന്നത്, ഇവനെ ഇനി എന്ത് എക്സ്പോസ് ചെയ്യാൻ? ഈ ലല്ലൂബീനെ എന്ത് എക്സ്പോസ് ചെയ്യാൻ നടന്നു കഴിഞ്ഞാൽ ഓക്കെ, ഒബിയസ്ലി കണ്ടന്റ് ആണ്, അതിന് റീച്ച് ഉണ്ട്, അവൻ്റെ പേര് വെച്ച് റവന്യൂ വാങ്ങി. നാളെ ഈ നാറി ഒന്ന് ചോദിക്കും, നീ എന്നെ ഇട്ടിട്ടല്ലേ റവന്യൂ ഉണ്ടാക്കിയത് ചോദിക്കും. നാളെ ആ ചോദ്യം കേൾക്കേണ്ടി വരും, അതിന് ഉത്തരം കൊടുക്കേണ്ട ഒരു അവസ്ഥയാവും. ബട്ട് ഇതിനകത്ത് എന്താ പറയുക, കുറച്ചും കൂടി ഫസ്മിന പറഞ്ഞ കാര്യങ്ങൾ ക്ലാരിറ്റി എനിക്ക് തോന്നി പേഴ്സണലി. കാര്യം ലല്ലൂബിൻ്റെ ബാഗ് ഈ ഫ്രണ്ടിന് കൊണ്ടുവരേണ്ട കാര്യമില്ല. അതിനകത്ത് ഡ്രസ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് ഫ്രണ്ട് എന്തിനാ അലക്കിയിട്ട് എന്നുള്ള ചോദ്യം. അങ്ങനെ കുറേ അധികം ചോദ്യങ്ങൾ ഫസ്മിന അക്ക വിട്ട് നിരത്തി ചോദിക്കുന്നത്. ഞാൻ ഫോളോ ചെയ്ത കാര്യം, ഈ ലല്ലൂബീൻ്റെ പേഴ്സണൽ അക്കൗണ്ട് മാത്രമാണ് ഫോളോ ചെയ്യുന്നത്, യൂബർ ഡ്രൈവറെ ഫോളോ ചെയ്യുന്നില്ല. യൂബർ ഡ്രൈവർ ആണെങ്കിൽ ഇവരെ എല്ലായിടത്തും കൊണ്ടുപോകുന്ന ഒരുത്തൻ, അവനാണ് ഇതിലെ മെയിൻ. ബോബിനും മോളിലും പട്ടീനെ പോലെ എല്ലാ ഫ്രെയിമിലും ഉണ്ട് എന്നാണ് സഫ പറയുന്നത്. എന്നാൽ ഓനെ ഫോളോ ചെയ്യണമില്ല. അയ്യോ, ഇനി അടുത്ത ഖാദർ വൈൻ്റെ ഇൻ്റർവ്യൂവിൽ വേറൊരു പോർഷൻ. ലല്ലു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറോട് നിങ്ങൾക്കിപ്പോൾ ഒരു ബന്ധമില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ ബന്ധമില്ലാന്ന് പറയാൻ പറ്റില്ല, ഇപ്പൊ കോണ്ടാക്ട് ഉണ്ട്. ഏത് തരത്തിലുള്ള കോണ്ടാക്ട് ആണ്? മീൻസ് കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കാറ്. കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ലല്ലു വക്കീലാണോ? അല്ല, കേസ് നോക്കുന്നു, കേസ് പിടിക്കുന്നു എന്നൊക്കെ പറയാൻ ലല്ലുവിന് എന്താണ് കേസ് എന്ന് വരെ ഇതറിയോ? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ ഈ ന്യായീകരണം പറയുന്നത്?
കാരണം ഫസ്മിനാന്റെ എക്സ് ഹസ്ബൻഡ് ആണല്ലോ, അപ്പൊ അവൾക്ക് എതിരെ കേസ് കൊടുക്കുമ്പം കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവന്റെ അടുത്ത് ചോദിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കോണ്ടാക്ട് ഉണ്ട്. ശത്രുവിന്റെ ശത്രു മിത്രം, അതാണ് സഫയ്ക്ക് ലല്ലു എന്നാണ് സഫ പറയുന്നത്. കേസിന്റെ കാര്യം ചോദിക്കാനാണ്. സത്യത്തിൽ ഞാൻ ചിരിച്ചു പോയിട്ട് ഇവൻ ആരാ വക്കീലോ എന്നുള്ള ചോദ്യം കാതർ ചോദിച്ചപ്പോൾ ശരിക്കും ഇവനൊരു കേസ് കൊടുത്തിട്ടുണ്ട്. ലല്ലു ഫസ്മിനക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ മര്യാദയ്ക്ക് തീരുമാനമാകുമോ എന്നുള്ള കാര്യത്തിലൊരു ഉറപ്പുമില്ല. അപ്പം ആ സമയത്താണ് ഇവൻ സഫേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നതും സഫ ഇവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതും ഇവർ പോകുന്ന സ്ഥലത്തേക്കൊക്കെ ഇവനൊരു മറ്റേ ഷാഡോ പോലെ പോകുന്നതും വരുന്നതും ഒക്കെ. ഇതിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പ്രേക്ഷകരോടെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് ഞാൻ ഇത് തോന്നുന്നൊരു കാര്യം പറയും, ഇവർക്കിപ്പോൾ എന്താ പറയുക, ഇതൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ലല്ലു ജസ്റ്റ് എ ഫ്രണ്ടിലുപരി എനിക്ക് ലല്ലുവിനെ അറിയാം, ഓക്കെ, അല്ലെങ്കിൽ ഇന്ന സമയങ്ങളിൽ ഞങ്ങൾ കണ്ടിട്ടും സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഹനാസ് ഇളകും. ഓക്കെ, മെഹനാസ് ഇളകിയില്ലെങ്കിൽ ഫസ്മിൻ ഇളകും. ഞാൻ സഫയ്ക്ക് ഇനി പറയാം, ഫസ്മിനെയും മെഹനാസും കൂടി ഒരു സ്ക്രിപ്റ്റ് ഇട്ടു ലല്ലുബി ഇവിടെ തലയിൽ കെട്ടി വെക്കാൻ എന്നുള്ളത്, അങ്ങനെയും പറയാം. പക്ഷെ അപ്പോഴും എൻ്റെ ചോദ്യം, ഈ ക്യാബ് ഡ്രൈവർ എവിടെ നിന്ന് വന്നത്? ഇവൻ ഈ യൂബർ ഓടാനുള്ള ലൈസൻസ് ഉണ്ടോ? ഇവൻ യൂബർ ഗ്രൂപ്പിലുണ്ടോ? ശരിക്കും അന്വേഷിക്കാനുണ്ടോ? ഈ ചെക്കൻ മലപ്പുറത്തിട്ടുള്ള ചെക്കനാന്ന് പറഞ്ഞു, രാജിയൊക്കെ ആ ചെങ്ങായിനോടാണ് പറയുള്ളത്. ഹംസമായി പോയി നിന്നിട്ട് ഈ അവിടെ ഒരു ഹംസ ആയി തിരിച്ചു വരാതിരുന്നാൽ മതിയെന്ന് പോകാനെ, ഈയെങ്കിലും ഓടി രക്ഷപ്പെടുക. മറ്റേത് എൻ്റെ പേരേ യൂബർ ഡ്രൈവർ എന്നാവും. എന്നെ അറിയുന്ന സർക്കിളെങ്കിൽ എൻ്റെ പേരിപ്പോൾ മാറ്റി ഫോണിൽ യൂബർ ഡ്രൈവർ നാജി എന്നാക്കിയിട്ടുണ്ടാവും. ഈ ലല്ലുവിൻ്റെ കൂടെ നിങ്ങൾ പോയി എന്ന് പറയുന്നത് മെഹനാസ്. ഇപ്പം നിങ്ങൾ നേരത്തെ ഇവിടെ ഇൻ്റർവ്യൂവിന് കയറിയ സമയത്ത് ഞങ്ങളോട് പറഞ്ഞു മെഹനാസ് നിങ്ങളെ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ എന്താ വിശ്വസിക്കേണ്ടത്? എനിക്കിപ്പോ ഞാൻ വന്ന വഴിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായുള്ളൂ, എന്നെ അകറ്റല്ലേ, എന്നെ വിട്ടു പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോ ഞാൻ വന്ന ടൈമിൽ ഇൻസ്റ്റാഗ്രാം വോയിസ് ഉണ്ടോ? ചാറ്റാണ്. ഒന്ന് കേൾപ്പിച്ച ഫോൺ എടുത്തോ? ഫോൺ ചാറ്റാണ്. ചാറ്റും അല്ല, ഈ സ്വാഭാവികമായിട്ട് നിങ്ങളെ റിട്ടേൺ ജീവിതത്തിലേക്ക് വിളിക്കുന്ന അങ്ങനെ എന്തെങ്കിലും വോയിസ് ഉണ്ടോ? അതായത് നിങ്ങൾ ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്ന മാനാസ് തന്നെ നിങ്ങളിപ്പോൾ ലൈഫിലേക്ക് വിളിക്കാണോ? ഇപ്പൊ ലേറ്റസ്റ്റ് ഫോട്ടോ മെസ്സേജാണ്. ഇത് മാനാസിന്റെ തന്നെ ഐഡിയ ആണോ? അതെ അതെ, കുറെ റീൽസ് അയക്കുന്നുണ്ട് സങ്കടത്തിന്റെ ഒക്കെ. ഇങ്ങനെയൊന്നുമില്ല, എൻ്റെ മോനകറ്റല്ലേ പ്ലീസ്, അത് മാത്രമേ അപേക്ഷിക്കുന്നുള്ളൂ. ഞാൻ എല്ലാവരോടും ഡിലീറ്റ് ആക്കാൻ പറഞ്ഞു. ഇത് എന്തെങ്കിലും നിങ്ങളെ തിരിച്ചു വിളിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും വോയിസ് ക്ലിപ്പ് ഉണ്ടോ? നിങ്ങൾ നേരത്തെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞ എന്താ കേൾപ്പിച്ചേ? ഞാൻ എന്നിട്ട് രണ്ടാമത്തെ സ്റ്റോറി ഇട്ടിനി ഞാൻ അവളോട് ചോദിക്കുന്നത്, നമുക്ക് ഇത് ഞാൻ അയച്ചു കൊടുത്തല്ല അവളെ അയച്ചെന്ന കാര്യം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഓൾഡ് അല്ല, നിങ്ങൾ പ്ലേ ചെയ്ത് ഒരു ഒന്നുകൂടി വോയിസ് പ്ലേ ചെയ്തിട്ട് ഒന്ന് സ്ക്രീനിലേക്ക് കാണിച്ചു. സ്ക്രീനിലേക്ക് ഇത് ഞാൻ അയച്ചു കൊടുത്തല്ല അവളെ എനിക്ക് അയച്ചെന്ന കാര്യം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ഓൾഡ് കാര്യമല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. എന്നിട്ട് നോക്ക് നീ ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്തല്ലേ, നീ ഓരോന്ന് ഇങ്ങനെ എന്നെ ദേഷ്യം പിടിപ്പിക്കും, അറിയാണ്ട് ഓരോ തെറ്റ് പറ്റിപ്പോയി. സപ്പോ ഒളിച്ചോടി എന്നൊക്കെ പറയണോ എന്നാ ഞാൻ അങ്ങോട്ടാ ചോദിക്കണത്. നീ വെറുതെ ഓരോന്ന് എന്നെ ഇതൊന്നും ഇടല്ലേ നീ പുറത്ത് പ്ലീസ്. നിന്നെ എനിക്ക് വല്ലാത്ത മിസ്സിങ് ആവണം. നീ ഒളിച്ചോടി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊരു സ്റ്റോറി ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒളിച്ചോടിന്ന് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എവിടെയാണ് ഒളിച്ചോടിന്ന് പറഞ്ഞത്? അപ്പൊ മാനാസ് ഇപ്പൊ ഞാനും ഈ കാണുന്ന പ്രേക്ഷകരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് മണ്ടന്മാരാണോ? നീ എന്റെ ജീവൻ സഫു സ്നേഹിച്ചിട്ടേ ഉള്ളൂ, നിന്നെ മാപ്പതാ പൊന്നു എന്നിപ്പോ നിങ്ങക്ക് മാനാസ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. ഇതേ മാനാസ് അല്ലേ നീ ഒളിച്ചൂടി എന്നും പറയുന്നത്? മെഹനാസ് ഇപ്പൊ കരഞ്ഞു കാല് പിടിച്ച് സഫേന്റെ പിന്നാലെ, സഫ എന്നെ ഇട്ടിട്ട് പോവല്ലേ, നമുക്ക് നാടകമായിരുന്നു നാട്ടുകാരോട് പറയുക. ഞങ്ങളൊക്കെ എന്തോ മറ്റേ ഉമ്മന്മാരാ നാട്ടുകാർ. ഈ മെഹനാസിനോടൊക്കെ ചോദിക്കാൻ ഞാൻ എന്താ പറയുക, ഇതൊന്നുമല്ല ചോദിക്കേണ്ട ചോദ്യം വേറെയാണ് ഇവനോടൊക്കെ. ഓ എൻ്റെ പൊന്നെ, തലവേദന പിടിച്ച യൂണിവേഴ്സുകളെ. ഇതിൽ എന്താ പറയുക, ഇതിൽ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ഈ നാട്ടുകാരുടെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഈ റോങ് ആയിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നതിന് ഞങ്ങൾക്കെതിരെയൊക്കെ കേസ് എടുക്കണം. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. എടാ, ഇവരൊക്കെ ഏത് രീതിയിലാണ് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുന്നത്? ഒരു സൈഡിൽ വന്ന് നിന്നിട്ട് മറ്റേ മെയിൻ സാധനം മറ്റേ എൻ്റെ ഭാര്യ ഒളിച്ചോടി ഫെബ്രുവരി 14 എനിക്ക് തന്നത് എന്നിട്ട് അപ്പുറത്ത് ഭാര്യേനോട് കെഞ്ചിക്കൊണ്ടിരിക്കുന്നത്. ആ ഭാര്യേനെ കുറിച്ച് എല്ലാ പിഴപ്പുകളും വിളിച്ചു പറഞ്ഞവനാണ് ഇപ്പുറത്ത് ഭാര്യയ്ക്ക് ഒന്ന് മെസ്സേജ് അയക്കുന്നത്.
എന്ത് ഭാര്യനെ നോക്കാൻ 5-6 പഠിക്കുന്ന കുട്ടികളെ സ്പൈ പണിക്ക് വിട്ടെ. അപ്പം ആ കുട്ടികളെ വരെ ചതിച്ചില്ലടാ മറ്റേ ഈ എന്നാൽ പിന്നെ ആ കുട്ടികളെ സ്പൈ പണിക്ക് വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഈ ഭാര്യനോട് ആദ്യം എനിക്കത് പറഞ്ഞ് കറിയാനാണെന്നുണ്ടെങ്കിൽ അയ്യോ. എന്താണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു വെടക്ക് യൂണിവേഴ്സ് ഇപ്പോൾ കുറച്ചായിട്ട് ഇതിപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിപ്പോയി ഇപ്പോൾ ഈ സാധനം. ഇതങ്ങനെ എടുത്താൽ മതി കേട്ടോ. അതിനും കൂടുതലായിട്ടൊന്നും എടുക്കണ്ട. റിഫേൻ്റെ മാറ്ററിൽ മാത്രം ഞാൻ വൺസ് കാദറിൻ്റെ ഒപ്പം റിഫയുടെ വീട്ടിൽ നിന്നു, ഞാനും സ്നേഹി. അത് കഴിഞ്ഞ് ഞാൻ സ്നേഹനോട് പിന്നെ പറഞ്ഞു. കാദർ ഭായി പിന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പലവട്ടം റിഫേൻ്റെ വീട്ടിലേക്ക്. കോഴിക്കോടൊക്കെ ഉള്ള സമയത്ത് പോകാൻ പറ്റില്ല നമുക്ക് റിഫേൻ്റെ വീട്ടിലേക്ക്. നെഞ്ചിനകത്തൊരു വേദന ഇങ്ങനെ വരും, ഭയങ്കര പെയിനാണ്. എസ്പെഷ്യലി കുട്ടി, ഉമ്മ, റിഫയുടെ ഉപ്പ, അനിയൻ, ഭയങ്കര പെയിനാണ്. ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലപ്പുറം ഇപ്പോഴും അവർ ആ വേർപാടിൽ നിന്ന് മാറി വരാത്തൊരു സിറ്റുവേഷനും ആംബിയൻസും ഒക്കെയാണ് അവിടെ ഉള്ളത്. ഞാൻ കുറച്ച് മുന്നേ ആട്ടോ പോയത്. ആ സമയത്ത് തന്നെ അതങ്ങനെയാണ്. ഇപ്പോഴും കാദർവായി പോകാറുണ്ട്. പലപ്പോഴും വിളിക്കുമ്പോൾ ഞാൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി പോകുന്നത്. കാരണം എനിക്കത് ഒട്ടും എന്താ അറിയുമോ, അത് കണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്നതിലുപരി അത് സഹിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അവിടെ. അപ്പോൾ അങ്ങനൊരു ഫാമിലീനെ മൊത്തത്തിൽ ഇരുത്തി കളഞ്ഞിട്ട് ഇവരൊക്കെ മര്യാദയ്ക്ക് നടക്കും. കർമ്മ എന്നുള്ള സാധനം ഉണ്ടല്ലോ, റിഫയുടെ ഫാമിലി, ആ കുട്ടി, ആ കർമ്മയൊന്നും കിട്ടാതെ പോലും ഇടയിൽ ഒരുത്തനും. അതാണ് അത് പോയി കണ്ട ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത്. അതൊരു ഭയങ്കര സീനാണ്.